ഡ്രൈവിംഗ് പരിശീലന ഗ്രൗണ്ട് സർക്കാർ വകുപ്പ് തിരിച്ചുപിടിച്ചു. മലമ്പുഴയിലെ ഡ്രൈവിംഗ് ടെസ്റ്റും പരിശീലനവും അനിശ്ചിതത്വത്തിൽ. 20 വർഷത്തോളം ഡ്രൈവിംഗ് പരിശീലനവും ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് നടത്തിയിരുന്ന മൈതാനം ഇനി ഉപയോഗിക്കാൻ പാടില്ലെന്ന ഇറിഗേഷൻ വകുപ്പിന്റെ അറിയിപ്പ് ലഭിച്ചതോടെ ഒട്ടേറെ ഡ്രൈവിംഗ് പഠിതാക്കളുടെയും ഡ്രൈവിംഗ് സ്കൂളുകളുടെയും ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. മറ്റൊരു സ്ഥലം കണ്ടെത്തുന്നതുവരെ ഇനി ഡ്രൈവിംഗ് ടെസ്റ്റോ പരിശീലനമോ പാലക്കാട് താലൂക്കിൽ ഉണ്ടായിരിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിശീലകരും പറയുന്നു. പാലക്കാട് താലൂക്കിലെ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാർക്കും ഇത് ബാധിക്കും. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ പഠിപ്പിച്ചിട്ട് പിന്നെ കാര്യമില്ലല്ലോ. കുറേ പഠിപ്പിച്ച് കുറേ നിർത്തി നമുക്ക് അതിൽ ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അവർ പറയണ ഏത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങുമ്പോൾ നമ്മൾ മാറ്റി കൊടുക്കാമെന്നുള്ള എല്ലാ നിബന്ധനകളും നമ്മൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് അവർ സ്വീകരിച്ചിട്ടില്ല. RTOയുടെ ഭാഗത്തുനിന്ന്, അതായത് പാലക്കാട് RTOൻ്റെ ഭാഗത്തുനിന്ന് റിക്വസ്റ്റ് പോയിട്ട് പോലും അവർ സ്വീകരിച്ചിട്ടില്ല. ജലസേചന വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമായ ഇവിടെ സ്റ്റേഡിയം പണിയാനുള്ള നടപടികൾ ആരംഭിച്ചതിനാലാണ് ഉപയോഗിക്കാനാകാതെ വന്നിരിക്കുന്നത്. ഈ മാസം 27 മുതൽ ഒഴിഞ്ഞുപോകാനുള്ള കത്ത് നൽകിയിരിക്കുകയാണ്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതുവരെയെങ്കിലും തുടരാൻ അനുവദിച്ചാൽ ആ കാലയളവിൽ അനുയോജ്യമായ സ്ഥലം കണ്ടുപിടിക്കാനാവുമെന്നും ടെസ്റ്റുകൾ മുടങ്ങാതെ പഠിതാക്കൾക്ക് ലൈസൻസ് ലഭിക്കുമെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിശീലകരും പറയുന്നു. ഇതിനോടൊപ്പം പല സ്ഥലങ്ങളും നോക്കിയെങ്കിലും താങ്ങാനാവാത്ത ഭീമമായ വാടകയാണ് സ്ഥല ഉടമകൾ ആവശ്യപ്പെടുന്നതെന്നും അവർ പറഞ്ഞു. ഇതിന് പകരം ഒരു സ്ഥലം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നോക്കുന്നുണ്ട്, ഇപ്പം ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഭാഗത്തു നിന്നും നോക്കുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഏരിയ വേണം. ഇതുപോലെ കിടക്കുന്ന ഏരിയകൾ ഇവിടെ അടുത്തൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ തരാൻ ആയിട്ട് ആരും സമ്മതിക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഏരിയ വേണം. പിന്നെ ആരെങ്കിലും പറയണവരൊക്കെ ഭീമമായ ഒരു തുകയാണ് എന്ത് വേണം റെൻറ്റ് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ പഠിതാക്കൾ, അതായത് നമ്മുടെ അഡ്മിഷൻ എടുത്ത ആൾക്കാർ, പഠിതാക്കളും അതുപോലെ തന്നെ ഞങ്ങളും വളരെ ദുരിതത്തിലാണ്. സ്റ്റേഡിയം വരാൻ പോകണം. സ്റ്റേഡിയം വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് വരുന്നവരെ ഞങ്ങൾക്ക് ടെസ്റ്റ് നടത്തിക്കൊണ്ടുള്ള സംവിധാനങ്ങൾ ഇവർക്ക് ചെയ്തു തരായിരുന്നു ഇറിഗേഷൻകാർക്ക്. കാരണം ഇതിപ്പോൾ 27-ാം തീയതി നിർത്തി വെച്ചിട്ട് ഇത്ര ദിവസമായിട്ട് ഇവിടെ കല്ലിടുക തറക്കല്ലിടുക പണിയൊന്നും തുടങ്ങിയിട്ടേ ഇല്ല. പണി തുടങ്ങുമ്പോൾ നമ്മൾ മാറ്റി കൊടുക്കണം. അതുവരെ ടെസ്റ്റ് നടത്താനുള്ള സംവിധാനം ഏതെങ്കിലും തരത്തിൽ ഒന്നാമത് ടെസ്റ്റ് ഡേറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ലേണേഴ്സിൻ്റെ കാലാവധി വരുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ടെസ്റ്റ് ഡേറ്റ് ഇന്നോ നാളെയൊക്കെ ആയിരിക്കും. ഇനി അവർ വീണ്ടും ലേണേഴ്സ് പുതുക്കി അടുത്ത ഡേറ്റ് 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക. UTV ന്യൂസ്, പാലക്കാട്.